താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമ്മൾ നിക്കിയ വിശ്വാസ പ്രമാണത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ രണ്ടാമത്തെ ഖണ്ഡിക, ദൈവത്തിന്റെ ഏകപുത്രനും സർവ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും ദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും എന്നുള്ള രണ്ടാമത്തെ ഖണ്ഡിക ധ്യാനിക്കുകയായിരുന്നു. മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി ഈ ഷെയർഡ് അവർ ഹ്യൂമാനിറ്റി, നമ്മുടെ മനുഷ്യത്വത്തിൽ അവൻ പങ്കാളിയായി തീർന്നു. അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ഇതേക്കുറിച്ച് പറയുന്നത്, നാം അവനെ പോലെ ആകേണ്ടതിന് അവൻ നമ്മെ പോലെയായി, അവനോട് തുല്യം നാം ആവാൻ നമ്മെ പോലെ അവനായി. ഇതാണ് നമ്മൾ ദനഹായിൽ കാണുന്നത്. യേശു കർത്താവ് മാമോദിസ സ്വീകരിക്കുമ്പോൾ മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെടുകയാണ്, മനുഷ്യവർഗത്തോട് ഐക്യപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ മാമോദിസായിൽ ക്രിസ്തു മനുഷ്യവർഗത്തോട് ഐക്യപ്പെടുന്നു. നമ്മുടെ മാമോദിസായിൽ നാം ദൈവത്വത്തോട് യോജിക്കപ്പെടുന്നു. അപ്പൊ നാം ദൈവത്തോട് സംയോജിക്കപ്പെടുന്നു. മനുഷ്യൻ ദൈവത്തോട് സംയോജിക്കപ്പെടുന്നതിന്റെ ദൃശ്യവൽക്കരണമാണ് നമ്മുടെ മാമോദിസ. ക്രിസ്തു മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെട്ടതിന്റെ അടയാളമാണ് ക്രിസ്തുവിന്റെ ജോർദാനിലെ യുണീക്ക് ബാപ്റ്റിസം. ആണ് നമ്മളിവിടെ വിശ്വാസ പ്രമാണത്തിൽ കാണുന്നത്. മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് പല ആളുകളും പറയും ക്രിസ്തുവിന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നില്ല, അതൊരു ഇല്യൂഷൻ ആയിരുന്നു. പല ആളുകൾ, നോസ്റ്റിക് ചിന്താഗതിയിലുള്ള ആളുകൾ, അതുപോലെ മുസ്ലിങ്ങൾ ഒക്കെ പറയാറുണ്ട് ക്രിസ്തു കഷ്ടം സഹിച്ചില്ല എന്ന്. എന്നാൽ ക്രിസ്തു കഷ്ടം സഹിച്ചു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. സഭയെ പ്രതി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് ഞാൻ എൻ്റെ ശരീരങ്ങളിൽ പൂരിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ അതേക്കുറിച്ച് പറയുന്നത്. കഷ്ടത അനുഭവിച്ച്, അടുത്തത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് മരിച്ച്. ക്രിസ്തു കുരിശിൽ മരിച്ചു. ഒരുപാട് ആളുകൾക്ക് ഇടർച്ചയുള്ള കാര്യമാണ്. സുവിശേഷത്തിന്റെ രത്നചുരുക്കം തിമോത്തിയോസിന് എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുകയാണ്, സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് സുവിശേഷം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനം അനേകരെ ഇടർച്ച വരുത്തുകയാണ്. യേശു ജനിച്ചിട്ടേ ഇല്ല എന്ന് നിലവിളിക്കുന്ന എത്രയോ പേരുണ്ട്. യേശു ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ അല്ല, യേശു ഒരിക്കലും ജനിച്ചിട്ടില്ല, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നൊക്കെ വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. യേശു ജനിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ തന്നെ അല്പം കഴിയുമ്പോൾ മറ്റു കാര്യങ്ങൾ യേശുവിനെ കുറിച്ച്, ജനിക്കാത്ത യേശു മരിച്ചില്ല എന്ന് അവർ വാദിക്കും. ജനിച്ചില്ല എന്ന് വാദിച്ചത് വാദം ശരിയായില്ല എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് മരിച്ചില്ല എന്നൂടെ വാദിക്കുന്നത്. ഏതുകൊണ്ടാണ് ഒക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ യേശു ജനിച്ചില്ല, യേശു മരിച്ചില്ല, ഇനി മരിച്ചാൽ തന്നെ ഉയർത്തില്ല, ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കത്തില്ല. ജനിച്ചില്ല എന്ന് പറയുന്നവർ തന്നെ
മരിച്ചിട്ടില്ല എന്നും പറയും. മരിച്ചിട്ടില്ല എന്ന് പറയുന്നവർ തന്നെ ഉയർത്തിട്ടില്ല എന്നും പറയും. എന്നാൽ ഈ 3 സത്യങ്ങൾ, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ. യേശുവിന്റെ ജനനം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് സുവിശേഷം എന്നാണ് പൗലോസ്ലീഹ പറയുക. ഇത് 3മാണ് ക്രിസ്തുമസ്, ദുഃഖവെള്ളിയാഴ്ച, ഈസ്റ്റർ. ഇപ്പൊ ക്രിസ്തുമസ്, വലിയ വെള്ളി, ഉയർപ്പ് പെരുന്നാൾ എന്നിങ്ങനെ സുറിയാനിക്കാരുടെ ഭാഷയിൽ ഈ 3 ദിവസങ്ങൾ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ ആൻഡ് ഈസ്റ്റർ, ഈ 3 ദിവസങ്ങൾ സുവിശേഷത്തിന്റെ സാരാംശമാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ നാഴിക കല്ലുകളാണ്, സുവിശേഷത്തിന്റെ ഫ്ലാഗ് പോസ്റ്റുകളാണ്. ഈ 3 ഫ്ലാഗ് പോസ്റ്റുകൾ, ഇതാണ് സുവിശേഷം. അത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുകയാണ്. ഇത് 3മാണ്. ഇത് 3ഉം ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഈ സെക്കൻഡ് ഖണ്ഡികയിൽ, 2ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്. ക്രിസ്തു ജനിച്ചു. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും, പരിശുദ്ധ റുഹായിൽ നിന്നും, ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്നു. ഹി ബിക്കെയിം ഫ്ലഷ്. ഹി ഹാസ് എ ബോഡി ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. നമുക്ക് ഉള്ളതുപോലെ ഒരു ശരീരം, അസ്ഥിയും മാംസവുമുള്ള ഒരു ശരീരം യേശു കർത്താവിനുണ്ടായിരുന്നു. അങ്ങനെ അവന് സ്വന്തമായിട്ടൊരു ശരീരം ഇല്ലായിരുന്നു എന്ന് വാദിക്കുന്നവരാണ് അന്നത്തെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നോസ്റ്റിക്കുകളും ഡോസറ്റിസം കാര്യമൊക്കെ അവരൊക്കെ പറയുന്നത്. കാരണം ശരീരം അല്ലെങ്കിൽ ഭൗതിക ലോകം തിന്മയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഭൗതിക ലോകം തിന്മയാണ്, ഭൗതിക വസ്തുക്കൾ തിന്മയാണ്. ദൈവം വിശുദ്ധനാണ്, ദൈവം ഉന്നതനാണ്, ദൈവം ശ്രേഷ്ഠനാണ്. ഭൗതിക ലോകത്തിന് ഹീനത സംഭവിച്ചിരിക്കുന്നു. ഭൗതിക വസ്തുക്കളും ഭൗതിക ലോകവും പാപമയമാണ്. ജഡമയമായിരിക്കുക എന്ന് പറഞ്ഞാൽ പാപമയമാണ്. അതുകൊണ്ട് ദൈവം വിശുദ്ധൻ. ദൈവത്തിനൊരിക്കലും ജഡത്തിൽ വസിക്കുക, ജഡത്തെ സ്പർശിക്കുക, ഇതൊന്നും സാധ്യമല്ല. നമ്മൾ പാപികളാകുന്നു. പക്ഷേ അങ്ങനെയുള്ള ഭൗതിക വസ്തുവിന്റെ, ഭൗതിക ലോകത്തിന്റെ, ഈ നാച്ചുറൽ വേൾഡിന്റെ എല്ലാ ഹീനതയെയും മാറ്റുവാനാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരം എടുത്തത്. അതുകൊണ്ട് വേർഡ് ബിക്കെയിം ഫ്ലഷ്. നമ്മൾ ഇന്നിപ്പം ബൈബിൾ വായിക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്, ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, ദ വേർഡ് വാസ് ഗോഡ് ആൻഡ് വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നൊക്കെ വായിക്കുമ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അന്നത്തെ മനുഷ്യന്റെ, അന്നത്തെ തത്വചിന്ത സരണികളെ മുഴുവൻ മുറിച്ചു കളയുന്ന, അന്നത്തെ തത്വചിന്തകളുടെ അടിവേര് പറിക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചത്. The word became flesh. വചനം ജഡമായി തീർന്നു. ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന, ആദി മുതലേ ഉള്ള ദൈവം തന്നെയായിരിക്കുന്ന ആ വചനം ജഡമായി തീർന്നു. Word became flesh. Word became flesh. ഈ ദൃശ്യമായ ലോകം, ഈ ഭൗതിക ലോകം പാപമാണ്, തിന്മയാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള കനത്ത പ്രഹരമായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ആ വാക്ക് എടുത്തെടുത്ത് എഴുതിയിരിക്കുക. എന്താണ്? ശരീരിയായി തീർന്നു. ഹി വാസ് നോട്ട് ആൻ അശരീരി. യേശു ആരായി തീർന്നു? ശരീരിയായി തീർന്നു. നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ശരീരികളാണ്. അപ്പൊ യേശു അശരീരിയല്ല, മായക്കാഴ്ചയല്ല. അപ്പൊ ഇവിടെയാണ് പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഫേസ്ബുക്കിൽ വന്ന് അവർ പ്രചരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കേട്ട്, അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അവർ പറയുകയാണ് യേശു ആരായിരുന്നു? യേശു ഇൻകാർണേറ്റ് ചെയ്തില്ല. ഇൻകാർണേഷൻ അല്ല, മാനിഫെസ്റ്റേഷൻ ആണ് സംഭവിച്ചത്. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ജഡധാരണമാണ്. അപ്പൊ യേശു ഇൻകാർണേറ്റ് ചെയ്യുകയായിരുന്നു, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയല്ലായിരുന്നു. അവര് തെറ്റിപ്പോയത്, അവർക്ക് അങ്ങനെ ഒരു വാക്യം, വിശ്വാസത്തിന്റെ മർമ്മം സമ്മതമാമണ്ണം വലുതാകുന്നു എന്ന് പറഞ്ഞ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന്. He manifested in flesh. He manifested where? Not in air, but in flesh. അപ്പൊ he manifested in flesh. ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജഡധാരണം ചെയ്തു. ഇൻകാർണേഷൻ. മാനിഫെസ്റ്റേഷൻ ഇൻ ഫ്ലഷ്, ദാറ്റ് ഈസ് ഇൻകാർണേഷൻ. അവൻ ഇൻകാർണേറ്റ് ചെയ്തു. അതാണ് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത്. ശരീരിയായി തീർന്നു. ശരീരിയായി തീർന്നു, മനുഷ്യനായി. ശരീരിയായി തീർന്നു, മനുഷ്യനായി. ഹി ഷെയർഡ് അവർ ഹ്യൂമാനിറ്റി. ആദാമിന്റെ സ്കിന്നിലേക്ക് ഇറ്റേണൽ വേർഡ്
ഇറ്റേണൽ ലോഗോസ് ഇറങ്ങി വന്നു. അപ്പൊ ആദാമിന്റെ സ്കിന്നിൽ ആര് നിൽക്കുന്നു? നിത്യവചനം, ഇറ്റേണൽ വേർഡ്, അവതരിച്ച വചനം ജഡമായി തീർന്ന് നിൽക്കുന്നു. ആദമിന്റെ കണ്ണുകളിലൂടെ പ്രപഞ്ചത്തെ നോക്കുന്നു. ആദമിന്റെ കണ്ണുകളിലൂടെ സഹജീവികളെ നോക്കുന്നു. അവർ ചിന്യവരും ചിതറിയവരുമായി കണ്ട് അവരിൽ മനസ്സലിയുന്നു. അവരിലെ രോഗികളെ അവൻ സൗഖ്യമാക്കുന്നു, തൊട്ടു സുഖപ്പെടുത്തുന്നു, ദുരാത്മാക്കളെ വാക്കുകൾ കൊണ്ട് പുറത്താക്കുന്നു, മനസ്സലിവോടെ കൈവെക്കുന്നു. He moved with compassion. Eternal Logos. Now eternal Logos is with men. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ ദൈവമായി അവരോട് കൂടെ ഇരിക്കുന്നു. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നു. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, കഷ്ടത അനുഭവിച്ചു. പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ചു. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എബ്രായ ലേഖനമാണ്. ഞാൻ പറഞ്ഞു 800ഓളം ബൈബിൾ വാക്യങ്ങളാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഈ വിശ്വാസ പ്രമാണത്തിൽ ഇഴപിരിഞ്ഞു കിടക്കുന്നത്. ഈ വിശ്വാസ പ്രമാണത്തിന്റെ വേരുകളോ ആധാരങ്ങളോ അവലംബമോ ഒക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ, വിശദമായ ഒരു കുറിപ്പ് തയ്യാറാക്കിയാൽ, ബൈബിളിൽ നിന്ന് 800ഓളം വാക്യങ്ങൾ ഇതിന്റെ പിന്നാലെ മാല പോലെ ഉയർന്നു വരും. വിശ്വാസ പ്രമാണത്തെ പൊക്കിയെടുത്താൽ 800 ബൈബിൾ വാക്യങ്ങളാണ് ചങ്ങലക്കണ്ണികൾ പോലെ കൊരുക്കപ്പെട്ട് കിടക്കുന്നത്. ഇതാ ഇവിടെ നമ്മൾ വായിക്കുന്നു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, കഷ്ടത അനുഭവിച്ചു. സഫേർഡ്, കഷ്ടത അനുഭവിച്ചു. എന്തിനാണ് അവൻ കഷ്ടത അനുഭവിച്ചത്? എബ്രായ ലേഖനത്തിലാണ് ഉത്തരം. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നവൻ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുകയാണ്. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കഷ്ടാനുഭവങ്ങളാ. ഞാനിപ്പം മെസ്സേജ് അയക്കുന്നുണ്ട്, ആളുകൾ വാക്യങ്ങൾ വേണം എന്ന് പറഞ്ഞു. കുറച്ച് വാക്യങ്ങൾ ഞാൻ റെഫറൻസ് പറയാം, കാരണം ധാരാളം വാക്യങ്ങളുണ്ട്. പ്രധാനമായി ചില വാക്യങ്ങൾ ഇപ്പം സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്രായേലെ കേൾക്കുക, ചെവിചായ്ക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാകുന്നു. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 12:29, അല്ലെ അതിന്റെ 12:32, എഫേസ്യ ലേഖനം 4:6, 1 വരുന്ന 8:6. എന്തുമാത്രം വാക്യങ്ങളാണുള്ളത്. സർവശക്തനായ പിതാവാണെന്നുള്ളതിനെ തെളിവായിട്ട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു ഏൽ ഷദായി ആയിട്ട് അബ്രഹാമിന് വെളിപ്പെടുന്നപ്പോഴാണ്. ഉൽപ്പത്തി 17-ലാണ്. അതിന്റെ 1 മുതൽ 8 വരെ വായിച്ചാൽ മതി. അല്ലെങ്കിൽ പുറപ്പാട് 6:3 മത്തായിയുടെ സുവിശേഷത്തിൽ 6:9 എഫേസ്യ ലേഖനം 4 മുമ്പേ പറഞ്ഞ 4 തന്നെയാണ്, 4:6 തന്നെ. ആ സെയിം വാക്യം നമുക്ക് ഉപയോഗിക്കാം. 2 കൊരിന്ത്യർ 6:18 നമുക്ക് നോക്കാം. സകലത്തിന്റെ സൃഷ്ടാവ്, ഒരുപാട് വാക്യങ്ങളുണ്ട്. കൊലാസ്യ ലേഖനത്തില്, ഉൽപ്പത്തി പുസ്തകത്തില്, എല്ലാമായിട്ട്, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ എല്ലാമായിട്ട് വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി 1:1, ഇയ്യോബ് 38:1 എടുക്കാം നമുക്ക്. അതുപോലെ സകല ദൃശ്യവും അദൃശ്യവുമായ സകലതും എന്നുള്ളതിന് നമുക്ക് കൊലാസ്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:3, എബ്രായ ലേഖനം 11:3, വെളിപ്പാട് 4:11, ഒരു കർത്താവായ യേശു കർത്താവ് എന്നുള്ളത് നമുക്ക് വളരെ പ്രസിദ്ധമായ വാക്യം ഏതാ? 1 കൊരിന്ത്യർ 8:6, ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള. എഫേസ്യർ 4:5, അപ്പോസ്തല പ്രവൃത്തി 11:17, യോഹന്നാന്റെ സുവിശേഷം 20:28, ഓൺലി ബിഗോട്ടൻ സൺ എന്നുള്ളത് നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3:16, യോഹന്നാൻ 1:14, യോഹന്നാൻ 1:18, മത്തായിയുടെ സുവിശേഷം 16:16, 14:33, 3:17. ഒരുപാട് വാക്യങ്ങളുണ്ട്. പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്നുള്ളതിന് യോഹന്നാന്റെ സുവിശേഷം 1:4 എടുക്കാം, 1:9 എടുക്കാം, 8-ാം അധ്യായം 12-ാം വാക്യം എടുക്കാം, സങ്കീർത്തനം 27:1 എടുക്കാം, മത്തായിയുടെ സുവിശേഷം 17:2 എടുക്കാം, മത്തായിയുടെ സുവിശേഷം 5:2, മത്തായിയുടെ സുവിശേഷം 17:5 എടുക്കാം, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6 വാക്യം, എബ്രായ ലേഖനം 1:3, 1 യോഹന്നാൻ 1:5. വാക്യങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ ധാരാളം വാക്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ചിന്തിച്ച വാക്യം, അവൻ കഷ്ടം അനുഭവിച്ചു. മർക്കോസിന്റെ സുവിശേഷം 8:31, മത്തായിയുടെ സുവിശേഷം 27:50, അടക്കപ്പെട്ടു.
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23:53, 1 കൊരിന്ത്യർ 15:4, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 27:59. ഇനി അവിടെ പ്രധാനപ്പെട്ടതായിട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം എന്നൊരു വാക്യം വിശ്വാസ പ്രമാണത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രയോഗമാണ്. രണ്ടാമത്തെ ഖണ്ഡികയില് നമ്മൾ വായിക്കുകയാണ്. പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവൻ ജീവനുള്ളവർ മരിച്ചവരും തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവൻ. അപ്പൊ അവിടെ നമ്മൾ പറയാണ് തിരുവിഷ്ടപ്രകാരം, അക്കോർഡിംഗ് ടു ഹിസ് വിൽ. അപ്പം പൗലോസ് അവിടെ ഈ കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ എഴുതുകയാണ് തിരുവെഴുത്തുകളിൻ പ്രകാരം, അക്കോർഡിംഗ് ടു സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്തുകളിൻ പ്രകാരം, തിരുവെഴുത്തുകളിൻ പ്രകാരം. യേശു കർത്താവ് സകല കാര്യങ്ങളും ചെയ്യുന്നത് തിരുവെഴുത്ത്. നിങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിച്ചാൽ മതി. അവിടെ ഓരോ കാര്യങ്ങളും ആദ്യത്തെ അധ്യായം തൊട്ട് വായിക്കണം. എന്ന് എഴുതിയിരിക്കുന്ന പോലെ സംഭവിച്ചു, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ സംഭവിച്ചു, എന്ന് യെശയ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നതിന് നിവൃത്തിയാകുവാൻ തന്നെ എഴുതിയിരിക്കുന്ന പോലെ. അപ്പൊ ഇതുപോലെ ഒരു ജന്മം അല്ലെ ഇതുപോലെ ഒരു ലൈഫ് ലോകത്തുണ്ടായിട്ടില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും 750ഉം 1000ഉം വർഷം മുമ്പ് എഴുതപ്പെട്ടിരിക്കുകയാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്നവൻ അയ്യോ കഷ്ടം. ഇതാ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം റിട്ടൺ സ്ക്രിപ്റ്റേഴ്സിനനുസരിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞു. എമൗസിലേക്ക് പോകുമ്പോ യേശു കർത്താവ് ചോദിക്കുക, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ ക്രിസ്തുവിന്റെ ജീവിതത്തെ സംബന്ധിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്നത് തിരുവിഷ്ടപ്രകാരം. പ്രത്യേകം എഴുതി വെച്ചിരിക്കുകയാണ് തിരുവെഴുത്തുകളിൻ പ്രകാരം. ഇതിന്റെ ഹിതമാണ് തിരുവെഴുത്തുകളിൻ പ്രകാരം. അബദ്ധം സംഭവിച്ചല്ല, ഞാൻ എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് അതിനെ കൊടുക്കുന്നു, അതുകൊണ്ട് പിതാവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ യേശു കർത്താവ് പറയുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു കൊലപാതകമല്ല, ഒരു അപകടമല്ല, മറിച്ച് അതൊരു ബലിയർപ്പണമാണ്. അത് മുൻകൂട്ടി നിശ്ചയിച്ചതും തീരുമാനിച്ച് ഉറപ്പിച്ചതുമാണ്. അപ്പം അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. മർക്കോസിന്റെ സുവിശേഷം 9:31, 16:9, അപ്പോസ്തല പ്രവൃത്തി 10:40, 1 കൊരിന്ത്യർ 15:4. സ്വർഗത്തിലേക്ക് കരേറി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:51, അപ്പോസ്തല പ്രവൃത്തി 1:9, മർക്കോസ് സുവിശേഷം 16:19. അവന്റെ വലതുഭാഗത്ത് ഇരുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:55, സ്തെഫാനോസ് ദർശനം കണ്ട് വിളിച്ചു പറയാണ്, ദൈവമഹത്വത്തിന്റെ വലത്ത് ഭാഗത്ത് ഞാൻ ദൈവപുത്രനെ കാണുന്നു, യേശു കർത്താവിനെ കാണുന്നു. ലൂക്കോസ് സുവിശേഷം 22:69, മർക്കോസിന്റെ സുവിശേഷം 16:19. അവൻ വീണ്ടും വലിയ മഹത്വത്തോടെ വരാനിരിക്കുന്നു. മത്തായി സുവിശേഷം 24:27, മർക്കോസ് സുവിശേഷം 13:26, യോഹന്നാന്റെ സുവിശേഷം 14:3, 1 തെസ്സലോനിക്കർ 4:17. ധാരാളം വാക്യങ്ങൾ നമുക്ക് അവിടെ കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് കാണുവാൻ കഴിയും. ആളുകൾ വാക്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നേ. ഞാൻ പറഞ്ഞത് വിശ്വാസ പ്രമാണത്തെ ശരിയാം വിധത്തിൽ നിങ്ങൾ ബൈബിളിനോട് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് വാക്യങ്ങൾ നിങ്ങൾക്ക് കോർത്ത് എടുക്കുവാൻ കഴിയും. ഇവിടെ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും. അപ്പൊ കർത്താവിന്റെ വരവ് സഭയുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കർത്താവ് എങ്ങനെയാ വരുന്നത്? വലിയ മഹത്വത്തോടെ, ഗ്ലോറിയസ് റിട്ടേൺ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന അതിൽ മാത്രമാണ്, അല്ലാതെ രഹസ്യ വരവ് എന്ന് പറഞ്ഞൊരു വരവിൽ സഭ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെ ഒരു വരവില്ല. ഓൺലി ഗ്ലോറിയസ് റിട്ടേൺ, മഹത്വത്തോടെ. അത് എന്ത് മഹത്വമാണ്? വലിയ മഹത്വത്തോടെ. വലിയ മഹത്വത്തോടെ ഒരാൾക്കും രഹസ്യത്തിൽ വരാൻ കഴിയത്തില്ല. പെറൂസിയ എന്നാണ് ഗ്രീക്കിൽ പറയുക. പെറൂസിയ എന്ന് പറഞ്ഞാൽ എഴുന്നള്ളത്താണ്. നമ്മുടെ പഴയ ഇതിനകത്തൊക്കെ ഉണ്ട് വലിയ എഴുന്നള്ളത്തിന് വേണ്ടി, വരവെന്നുള്ള എഴുന്നള്ളത്ത്. അപ്പൊ എഴുന്നള്ളത്താണ്.
എഴുന്നള്ളത്തൊരിക്കലും രഹസ്യത്തിൽ നടക്കത്തില്ല. അപ്പം തൻ്റെ വലിയ മഹത്വത്തോടെയുള്ള ആ എഴുന്നള്ളത്ത്, അതാണ് സഭ വിശ്വസിക്കുന്നത്, അതാണ് നിക്യാ വിശ്വാസ പ്രമാണം, അതാണ് പിതാക്കന്മാരുടെ വിശ്വാസ പ്രമാണം. എടുത്തുറ തൻ്റെ വലിയ മഹത്വത്തോടെയുള്ള എഴുന്നള്ളത്തിനായി നോക്കി പാർത്തിരിക്കും. പെന്റകോസ്റ്റൽ ഹെററ്റിക് കൾട്ട് ഗ്രൂപ്പുകളൊക്കെ പറയുന്ന പോലെ കർത്താവ് രഹസ്യത്തിൽ വരും, നമ്മൾ കുറെ ആളുകളെയൊക്കെ എടുത്തുകൊണ്ട് പോകും, ആരും അറിയത്തില്ല, വാക്യങ്ങളെ വളച്ചൊടിക്കുന്നതാണ്. അന്ന് കള്ളനെ പോലെ വരും എന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വളച്ചൊടിക്കുക. പക്ഷേ കർത്താവിന്റെ വരവ് വലിയ മഹത്വത്തോടെയുള്ള ആ ഒരു എഴുന്നള്ളത്തായിരിക്കും, വലിയ മഹത്വത്തോടെയുള്ള ഒരു വരവായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ, തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നു, തന്റെ രാജ്യത്തിന് അവസാനമില്ലാതെ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ. അപ്പൊ ഈ വിധിക്കുക എന്നുള്ളതും വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് ഇടയായിട്ടുണ്ട്. വിധിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷ വിധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. വിധിക്കുക എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ, ശിക്ഷ വിധിക്കുക. ശിക്ഷയല്ല വിധിക്കുന്നത്. വിധിക്കുക എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പൊ നമ്മൾ യുവജനോത്സവത്തിനൊക്കെ ജഡ്ജസ് വരും. അവർ വന്നിട്ട് ലളിതഗാനം, ചിത്രകല, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥാപ്രസംഗം, മോണോ ആക്ട്, മിമിക്രി, ഓട്ടംതുള്ളൽ, ഓരോരോ കലാരൂപങ്ങൾക്കും അവർ എന്ത് ചെയ്യാണ്? വിധിക്കുകയാണ്. വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയിരുത്തുകയാണ്. ഓരോരുത്തർക്കും സമ്മാനങ്ങളെ കൊടുക്കുകയാണ്, അവാർഡുകളെ കൊടുക്കുകയാണ്. ഓരോരുത്തരും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ, നീതിയോടെയുള്ള ന്യായവിധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ശിക്ഷാവിധിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ, റുക്കുദിശ പാറക്കലിത്തോ മുടയുന്നോരോ മുടി. അപ്പൊ ഓരോരുത്തർക്കും കിരീടങ്ങളെ നൽകുന്ന, ന്യായമായി വിധിക്കുന്ന, ശിക്ഷ വിധിക്കുന്നതല്ല, ന്യായമായി വിധിക്കുന്ന. അതുകൊണ്ട് തന്റെ വലിയ മഹത്വത്തോടെ എഴുന്നള്ളി വരുന്ന കർത്താവ് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ ന്യായമായി വിധിക്കുക. അതിനെയാണ് ഭയപ്പെടുന്ന പല ആളുകളും. അന്യായമായ വിധിയല്ല, ന്യായമായ വിധിയാണ് നടക്കാൻ പോകുന്നത്. ഈ ലോകത്തിന്റെ കോടതികളുടെ വിധിയൊക്കെ അന്യായമായ വിധികളാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും. യെശയ്യാ പ്രവാചകൻ 32-ാം അധ്യായത്തിൽ പ്രവചിച്ചു പറയുന്ന നമ്മൾ വായിക്കുന്ന, ഒരു രാജാവ് നീതിയോടെ വാഴും, അനീതിയല്ല. നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പൊ നീതിയാണ്, നീതി വറ്റാത്ത തോട് പോലെ ഒഴുകും. ആമോസ് പ്രവാചകൻ പറയുകയാണ്. അപ്പം നമ്മുടെ കോടതികളിലൊക്കെ സാധാരണ കേസ് കൊടുക്കുന്നതിന് മലയാള ഭാഷയിൽ അന്യായം കൊടുത്തു എന്നൊക്കെയാ പറയുക. പക്ഷെ ഇവിടെ ഇത് അന്യായമല്ല, ന്യായം വിധിക്കുന്ന. അപ്പൊ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായമായി വിധിക്കുന്ന, നീതിയോടെ വിധിക്കുന്ന, ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുന്ന, ഓരോരുത്തരും താൻ്റെ നിരയിൽ എത്രയാകുന്നു. ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും അത് മറന്നു പോവുകയില്ല, അതിനും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവ്, സകലത്തിനും കൃത്യമായ അളവിൽ ഓരോരുത്തരും അളക്കുന്ന അളവിനാൽ അവനവൻ അളന്നു കിട്ടും എന്ന് പറഞ്ഞ കർത്താവ്, അവനവൻ വിതറുന്ന വിത്തിൻ പ്രതിഫലം അവനായി അളന്നിടും ദൈവം. പഴയ മാരാമൺ കൺവെൻഷന്റെ ഒരു പാട്ടാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അളന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആരെയും നശിപ്പിക്കുമെന്നോ തീയിലിട്ട് കരിക്കുമെന്നോ അപ്പൊ നമ്മൾ ഭയപ്പെടുകയാണ്. ഇവിടെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ എടുത്തു പറയുന്നത് നിത്യ നരകം അല്ലെങ്കിൽ കത്തിച്ചു കളയുക, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഈ നിക്യാ വിശ്വാസ പ്രമാണത്തിലില്ല. നിങ്ങൾ ഈ വിശ്വാസ പ്രമാണം എടുത്തിട്ട് വായിക്കുക, അവിടെ ഒരു സ്ഥലത്ത് പോലും നിത്യ നരകത്തെക്കുറിച്ചോ നിത്യമായി നശിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അവിടെ പറയുകയാണ് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും അടുത്ത് തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ
വിശുദ്ധ ലൂക്കാസ് വിശേഷം നിങ്ങൾ എടുത്താൽ അവിടെ നിങ്ങൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ മാലാഖ ദൂതറിയിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പൊ അതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അതും ഒരു വാക്യമാണ്, ബൈബിൾ വാക്യങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളതെന്ന് ഞാൻ പറഞ്ഞു. തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെയാണ് ബൈസന്റൈൻ ചർച്ചുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അതിന്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ, ഇപ്പൊ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റഷ്യൻ ഓർത്തഡോക്സ് സഭ, അങ്ങനെയൊക്കെയുള്ള സഭകളും അത് കാൽസിഡിയൻസ് എന്ന് വേണേൽ അവരെ പൊതുവെ പറയാം. അതായത് കൽക്കനുവിൻ സുന്നോദോസിൽ വിശ്വസിച്ച റോമൻ കാത്തലിക് ചർച്ച്, അങ്ങനെയൊക്കെയുള്ള സഭകളാണ്. ഇപ്പൊ റോമൻ കത്തോലിക്ക സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റഷ്യൻ ഓർത്തഡോക്സ് സഭ, അവരെല്ലാം കാൽസിഡോനിയൻസ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുറിയാനി സഭ, പരിശുദ്ധ സുറിയാനി സഭ, അതുപോലെ അർമീനിയൻ, എത്യോപ്യൻ, ഇങ്ങനെയൊക്കെയുള്ള ഓറിയന്റൽ കൂട്ടായ്മ, അവരെ നോൺ കാൽസിഡോനിയൻസ് എന്നാണ്. അതായത് കൽക്കൂനിയൻ സുന്നോദോസ് അംഗീകരിക്കാത്തവർ, കൽക്കൂനിയേതര ക്രൈസ്തവരായിട്ട്, ഓർത്തഡോക്സ് ആയിട്ട് നമ്മൾ നിൽക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. ഞങ്ങൾ വിശ്വസിക്കുന്നു, നമ്മൾ വി ബിലീവ് അങ്ങനെ തുടങ്ങും, വി ബിലീവ്. പക്ഷെ നിങ്ങളെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സിന്റെയോ അല്ലെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സോ അല്ലെങ്കിൽ റോമൻ കാത്തലിക്കിന്റെ ഒഫീഷ്യൽ വിശ്വാസ പ്രമാണം ഐ ബിലീവ് എന്നാണ് അവർ പറയുന്നത്. ഐ ബിലീവ്. നിങ്ങൾക്ക് അതൊക്കെ പരിശോധിക്കാം അവിടെ ലിറ്റർജി. കത്തോലിക്ക കൂട്ടായ്മയിലുള്ള കേരളത്തിലെ സുറിയാനി പാരമ്പര്യത്തിൽ നിൽക്കുന്ന സഭകള് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചൊല്ലും നിങ്ങൾ കേട്ടേക്കാം. പക്ഷെ അത് ഞാൻ പറഞ്ഞത് ഒറിജിനൽ വെസ്റ്റേൺ അല്ലെ കൽക്കുദൂനിയൻ സുന്നോദോസ് വിശ്വസിക്കുന്ന റോമൻ കാത്തലിക്കിന്റെ ഒക്കെ ഒഫീഷ്യൽ ക്രീഡ്, ഒഫീഷ്യൽ വിശ്വാസ പ്രമാണം നിങ്ങൾ എടുത്ത് അവിടെ ഐ ബിലീവ് എന്നാണ് കാണുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ഐ ബിലീവ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ നമ്മൾ പറയുന്നത് വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു സുറിയാനി സഭയിലെ വിശ്വാസിയെ സംബന്ധിച്ച് അവൻ ഈ വിശ്വാസ പ്രമാണം ഉരുവിടുമ്പോൾ അവന്റെ ഇടതുവശത്തൂടെ അത്തനേഷ്യസിന്റെ ശ്വാസവും വലതുവശത്തൂടെ ഗ്രിഗോറിയസിന്റെയും ബെസേലിയസിന്റെയും ശ്വാസവും അവന്റെ മുൻവശത്തൂടെ കുറിലോസിന്റെ ശ്വാസവും എല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ സഭ ഒരു ജീവനുള്ള ഒരു കൂട്ടായ്മയായിട്ട്, ഒരു ജൈവിക വ്യവസ്ഥയായിട്ട് നൂറ്റാണ്ടുകളിലൂടെ കാലത്തെ അതിജീവിച്ച് കാലാതിവർത്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയപ്പുഴയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത്. അപ്പൊ നമ്മളോട് കൂടെ ഇപ്പോൾ ഈ തലമുറയിൽ നിന്നൊരാൾ, നമ്മൾ ഒറ്റയ്ക്ക് ഒരു മുറി അടച്ചിരിക്കുകയാണെങ്കിലും സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിറ്റ്നസസ്, എ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്. ഇപ്പൊ സമയത്തെയും ഈ ദേശത്തെയും ടൈമിനെയും സ്പേസിനെയും ഒക്കെ അതിജീവിക്കുന്ന സാക്ഷികളുടെ വലിയൊരു കൂട്ടായ്മയിൽ, വലിയൊരു പങ്കാളിത്തത്തിൽ നിന്നുകൊണ്ട്, അവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു, വി ബിലീവ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമായിട്ട് ഒറ്റയ്ക്ക് ചൊല്ലിയാലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചൊല്ലാത്തതിന്റെ കാരണം അതാണ്. അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ഇപ്പോ തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡിക. നമ്മൾ 2 ഖണ്ഡികയാണ് പഠിച്ചത്. ഒന്നാമത് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ഖണ്ഡിക നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഖണ്ഡികയും നമ്മൾ കേട്ട് കഴിഞ്ഞു. തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത ഞങ്ങൾ വിശ്വസിക്കുന്നു.